മലയുടെ ജബൽ നൂർ. അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്ന ആളുകളിൽ ഒരു 2 ആളുകൾ എല്ലാ ആളുകളും ഈ മലമുകളിൽ എത്തിയത് ഒരു സൗഭാഗ്യമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രായമുള്ള ഉമ്മമാരടക്കം ഉപ്പമാരടക്കം ഈ മലമുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ആത്മീയമായ ഒരു വെളിച്ചം. അതെന്തെന്ന് ചോദിച്ചാൽ അത് സയ്യിദുനാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ ഒടുങ്ങാത്ത സ്നേഹമാണ്. അൽഹംദുലില്ലാഹ് ജബൽ നൂറിന്റെ മുകളിലേക്ക് എത്തിയ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തിലുള്ള പെരിന്തൽമണ്ണയിലെ ഉമ്മ അടക്കം വളരെ പ്രായമുള്ള ഉമ്മമാര് ഈ ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒഴുകിയ ആ അചഞ്ചലമായ ഈമാൻ, എന്റെ മുത്തുനബി കയറിയതായ പർവ്വതമാണല്ലോ റബ്ബേ ഇത്, എന്റെ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നിയാകുന്ന സയ്യിദ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ത്യാഗം സഹിച്ചുകൊണ്ട്, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഒരു ദിവസം 3 തവണ ഭക്ഷണവുമായി എത്തിയ പർവ്വതമാണല്ലോ അല്ലാഹുവേ എന്ന് ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ഫലത്തിന്റെ പിന്നിലൂടെയാണ് അൽഹംദുലില്ലാഹ് നമ്മളെ ഉപ്പമാരും ഈ പർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക് എത്തിയത്. നോക്കണം നിങ്ങൾ, ഇതിന്റെ പരിസരത്തേക്ക് നോക്കൂ, ഒരുപാട് പർവ്വതങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല തൗറ എന്ന് പറയുന്ന തൗറാത്ത് നൽകിയ പർവ്വതമുണ്ട്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ എന്ന് ഖുർആൻ പറഞ്ഞ തൂരി സീനാ പർവ്വതം മഹാനായ റസൂലുള്ളാഹി പർവ്വതം കണ്ടിട്ടുണ്ട്. അവിടുന്ന് പരിശുദ്ധമായ ആ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുന്ന് മക്കയിൽ യാത്ര ചെയ്യുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കൊണ്ട് നിസ്കരിപ്പിച്ചിരുന്നു ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട്. പക്ഷേ 40-ാമത്തെ വയസ്സിൽ ചെറുപ്പം മുതലേ പരിചയമുള്ള ഈ കുന്നിനെ അഭയം പ്രാപിക്കാനുള്ള കാരണം അവിടുത്തെ ഹൃദയത്തിന്റെ പരിശുദ്ധമായ കഅബയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി, അവിടെ ഹിജ്റ പോയി. അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ മദീനയിൽ വെച്ചുകൊണ്ട് 18 മാസക്കാൽ നബി തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് പാലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. അപ്പോൾ പോലും നബി തങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് പടച്ച റബ്ബേ പരിശുദ്ധമായ കഅബയെ ഖിബലയായി ലഭിച്ചാൽ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്ത് അന്ന് നിസ്കരിച്ച പള്ളിയില്ല, അവിടെ നിസ്കരിച്ച സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. നബി തങ്ങൾക്ക് ഖിബല മാറ്റം സംഭവിക്കുകയാണ്. ഒരു നിസ്കാരത്തിൽ 2 ഖിബല. അതാണ് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ആ ഖിബലയ പള്ളി മദീനയിലെ മക്കയിലെ കഅബയിലേക്ക് നബി തങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ താലോലിക്കുന്ന ഒന്ന്, മുസ്ലിം ലോകത്തിന്റെ അനിഷേധ്യമായ കേന്ദ്രം, അത് പരിശുദ്ധമായ കഅബാലയമാണ്. ആ കഅബയെ ഖിബലയായി കരുതിയ പ്രവാചകൻ ഈ ഗാർ ഹിറയിൽ വന്നിരിക്കുമ്പോഴും തിരിഞ്ഞു നിന്നത് ആ ഖിബലയിലേക്കാണ്, പരിശുദ്ധമായ കഅബയിലേക്കാണ്. അന്ന് കഅബം കാണുമായിരുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റു മലകളൊന്നും തെരഞ്ഞെടുക്കാതെ ഈ മലയെ തെരഞ്ഞെടുക്കാൻ കാരണം വളരെ കൃത്യമായി കഅബ കാണാൻ ഈ ഗാർ ഹിറയിൽ സാധിക്കും. എത്ര ത്യാഗം സഹിച്ചിട്ടായിരിക്കാം അല്ലാഹുവിന്റെ ഹബീബ് ഇതിന്റെ മുകളിലേക്ക് കയറി വന്നത്. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളില്ല, ഇന്നത്തെ പോലെ സ്റ്റെപ്പ് കയറി വരാനുള്ള സംവിധാനങ്ങൾ അന്നില്ല. മഹാനായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ പാറമടകൾക്കിടയിലൂടെ അത്ഭുതകരമായി നബി തങ്ങൾ എത്തിച്ചതാവാം, അല്ലെങ്കിൽ അതിസാഹസികമായി പുണ്യനബിയുടെ കയറി വന്നതായിരിക്കാം. ഏതായിരുന്നാലും പ്രവാചകന്മാരെല്ലാവരും കാന യുഹിബ്ബുൽ വഹദ, ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്, ഏകമായി കഴിഞ്ഞുകൂടാൻ. അങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ ഒരു ശൈലി, ഔലിയാക്കന്മാരുടെ ശൈലി. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഔലിയാക്കന്മാർക്ക് വലിയ വലിയ ദർജകളുണ്ട്. ഔലിയാക്കന്മാരിൽ അഗ്രഗണ്യരായ ആളുകൾ വലിയ വലിയ പദവിയിലെത്തിയത് അവരുടെ ത്യാഗപൂർണമായ പ്രാർത്ഥനയും ആരാധനയും ഇബാദത്തും ഏകാന്തതയും കൊണ്ടാണ്.
അവരുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കടമ്പകളാണ് റിയാദയും മുറാഖബയും. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഉന്നതമായ ദർജയുടെ അവരുടെ ഉന്നതമായ ശ്രേണിയിലെത്തുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള വലിയ വലിയ പദവികളാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹു. ഇന്ന് അജ്മീറിലേക്ക് പോയാൽ അറിയാം, ഇതുപോലെ ഉയരമില്ലെങ്കിലും ഒരു ചെറിയ കുന്ന്, ആ കുന്നിന്റെ മുകളിൽ ചില പൊത്തുകൾ, ആ പൊത്തുകളിൽ മഹാന്മാരായ അജ്മീർ ഷേഖ് അടക്കം അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ ഉസ്താദ് അടക്കം പോയി ഇരുന്ന മട കാണാം, പൊത്ത് കാണാം. എന്ന് പറയുന്ന മഹാൻ 20 കൊല്ലം ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചത് ഈ ഉസ്താദിന്റെ കൂടെയാണ്. 20 വർഷക്കാലം ആ ഉസ്താദിൽ നിന്ന് ആത്മീയ തർബിയത്ത് നേടി അവസാന ഖിർക എന്ന പദവി അലങ്കരിച്ച മഹാനായ ഖാജ തങ്ങളുടെ അജ്മീറിന്റെ ചില്ല ഒരു പൊത്താണ്, ഒരു ഗുഹയാണ്. ഇന്നും അത് കാണാം. അങ്ങനെ ഹാജ ചില്ല, ഉസ്മാനി ചില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില്ലാസുകൾ അവിടെ കാണാം. ചില്ലാശി എന്നതുപോലെ നിങ്ങൾ നോക്കിയത് വലിയ മാതൃകയല്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകന്മാരുടെ വഴികളും എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ ഏകമായി പടച്ചിറപ്പിന് ഏകാന്തതയിൽ നിശയുടെ നിശബ്ദതയിൽ പടച്ചിറപ്പിനെ ആരാധിക്കാൻ പറ്റിയ ഇടം ഇങ്ങനെയുള്ള ഒരു ഗുഹയാണ്. മറ്റൊരു ശല്യങ്ങളില്ല, മറ്റൊരു ചിന്തയില്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ അങ്ങനെ തെരഞ്ഞെടുത്തു ഈ ഗാറുകൾ. അവിടെ അള്ളാന്റെ ഹബീബ് ദിവസങ്ങളോളം പ്രാർത്ഥന നിമഗ്നനായി ഏകാന്തനായി കഴിഞ്ഞുകൂടുമ്പോഴാണ് സയ്യിദുനാ മലക്ക് ജിബ്രീൽ ഈ മലക്ക് മുകളിലാണ് ജിബ്രീൽ വന്നതെന്ന് ഓർക്കണം. റസൂലുള്ള പറയാ, വല്ലാത്ത രംഗമാണ് ഞാൻ ആദ്യമായി ജിബ്രീലിനെ കാണുന്ന രംഗം. അതൊരു വല്ലാത്ത രംഗമാണ്. ഈ മല മുഴുവൻ ജിബ്രീൽ മൂടി കിടക്കുകയാണ്. ജിബ്രീലിന്റെ ജർഗുകൾ സ്കൂളിലേക്ക് പോകാത്ത, മദ്രസയിലേക്ക് പോകാത്ത, പാഠശാലയിലേക്ക് പോകാത്ത, അക്ഷരാഭ്യാസം പഠിക്കാത്ത പ്രവാചകനോട് പറയുന്ന വായിക്കുക നബിയെ. റസൂലുള്ള പറഞ്ഞത് പഠിച്ചിട്ടില്ല. വീണ്ടും വായിക്കുക, പിടിച്ചു ഞെരുക്കുന്നു, വായിക്കുക നബിയെ. പഠിച്ചിട്ടില്ല. വീണ്ടും വായിക്കുക, പഠിച്ചിട്ടില്ല. ഉടനെ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ നോക്കണം നിങ്ങൾ. ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയ പർവ്വതമാണ്. ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. എത്ര അർത്ഥവത്തായ വാക്യങ്ങൾ! ആ വിശുദ്ധമായ വചനങ്ങൾ ലഭിച്ച് അത് ഹബീബിന്റെ മെമ്മറിയിൽ സന്നിവേശിപ്പിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടുന്ന് കടന്നു പോകുന്നു. പനിച്ചു വിറക്കുന്ന പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി ആ രാത്രിയിൽ പനിച്ചു വിറച്ചു പോയി. അവിടുത്തെ വീട്ടിലേക്ക് ഈ മല വിട്ടിറങ്ങുകയാണ്. ഒരു ദിവസം 3 തവണ ഭക്ഷണവുമായി മലക്ക് മുകളിൽ കയറി വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഓർമ്മയിൽ, ആ ഒരു ത്യാഗം ഓർത്തുകൊണ്ട് ദയവറക്കിക്കൊണ്ടാണ് ഈ ഉമ്മമാർ ഇവിടെ എത്തിയത്. ഖദീജ ഉമ്മയുടെ മാതൃകയാണ്. അവരുടെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അള്ളാഹു അവരെ കൂടെ നമുക്ക് സ്വർഗം തരട്ടെ. അവരെ ഈമാനിന്റെ 1000-ൽ അംശം നമുക്കില്ല എങ്കിൽ പോലും അള്ളാഹു അവരെ കൂടെ നമുക്ക് സ്വർഗം തരട്ടെ. ആ ഉമ്മ കഷ്ടപ്പെട്ട ത്യാഗങ്ങൾ എത്രമാത്രമാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇവിടുന്ന് ഖുർആനിന്റെ വാക്യങ്ങളുമായി തന്റെ വീട്ടിലേക്ക് പോകുമ്പോ പനിച്ച് വിറക്കുന്നുണ്ട്. അപ്പൊ ആ ഗേറ്റിങ്ങൽ വീട്ടിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു സയ്യിദാ ബീവി ഖദീജ. ഒരു പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ താങ്ങും തണലുമാകേണ്ടത് പ്രിയപ്പെട്ട ഭാര്യയാണെന്നാണ് ആ മാതൃക നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതല്ലാതെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ കൊരച്ചു ചാടുന്ന, ആക്രോശിക്കുന്ന ഭാര്യയല്ല ഉത്തമയായ ഭാര്യ. യഥാർത്ഥ ഭാര്യ ആരാണ്? ഭർത്താവിന്റെ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ഭാര്യ. ഹബീബായ റസൂലുള്ളാഹി അൽ-മർഅതു സ്വാലിഹ, സജ്ജയായ, സത്യസന്ധയായ അല്ലെങ്കിൽ സ്വാലിഹത്തായ പെണ്ണിന്റെ ഉദാഹരണം പറഞ്ഞത് ഇൻ അമറഹ അതഅതുഹു, അവളോട് ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾ ഭർത്താവിനെ അനുസരിക്കും. വൈനദറ ഇലൈഹാ സറതുഹു, അവളെ ഒന്ന് ഭർത്താവ് നോക്കിയാൽ അവൾ ആ ഭർത്താവിന് ആനന്ദം നൽകും, സന്തോഷം നൽകും.
അങ്ങനെയുള്ള ഒരു ഭാര്യയെ കുറിച്ച് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും വിഭവങ്ങളുടെ സമാഹാരമാണ്. വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ, ഈ ദുനിയാവ് വിഭവങ്ങളുടെ സമാഹാരമാണ്. എന്നാൽ ആ ദുനിയാവിൽ ഏറ്റവും നല്ല വിഭവം അൽ മർഅതു സ്വാലിഹ, സ്വാലിഹായ ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജ ഉമ്മയുടെ മാതൃക നോക്ക് നിങ്ങൾ. സങ്കടത്തോടെ പ്രയാസപ്പെട്ട, പ്രതിസന്ധിയിൽ അകപ്പെട്ട പ്രവാചകനോട് നിങ്ങൾ എത്ര ദിവസം എവിടെയാണെന്ന് ചോദിച്ച് ആക്രോശിച്ചില്ല. നിങ്ങൾ എന്റെ കൂടെ ഒരു ദിവസം വന്ന് താമസിക്കാതെ ഇത്ര നാൾ അവിടെ കഴിഞ്ഞുകൂടിയത് എന്താണെന്ന് ചോദ്യം ചെയ്തില്ല. പ്രവാചകനെ മനസ്സിലാക്കിയ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ അവിടുത്തെ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി പ്രൈവറ്റ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ പ്രവാചകൻ പനിച്ച് വിറക്കുന്നുണ്ട്. സമ്മിലീനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്, പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായത്തിലാണ്. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതക്മലുൽ കല്ല വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവരെ സഹായിക്കുന്നവരാണ്. അശണർക്ക് ആലംബമാണ്, അങ്ങ് യതീമിന് അത്താണിയാണ്, വൈധവ്യം പേറുന്ന സ്ത്രീകൾക്ക് ആലംബമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയല്ലേ നബിയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഭാര്യമാര് കടന്നു വന്നത്? അങ്ങനെയല്ലേ പാവപ്പെട്ട യതീമിന്റെ കണ്ണീരൊപ്പിയത് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നബിയെ, നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹു നിങ്ങളെ കൈയൊയ്യൂല എന്ന് പറഞ്ഞു. ഇന്നക തസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാ. എത്ര വലിയ മാതൃകയാണിത്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ ദിവസവും കുടുംബത്തെ പോയി കാണും. നമുക്ക് ആർക്കെങ്കിലും നമ്മളെ കുടുംബത്തെ കാണാൻ നേരമുണ്ടോ? അങ്ങനെ പഠിപ്പിച്ച് ശാന്തതയുടെ, സമാധാനത്തിന്റെ സപ്ത സന്ദേശങ്ങൾ വിതറിയ വീടാണ് റസൂലുള്ളാഹിന്റെ വീട്. അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജ ഉമ്മ അവർ വന്ന സ്ഥലത്ത്, ഖുർആൻ ഇറങ്ങിയ സ്ഥലത്ത്, മുത്തുനബി വന്നിരുന്ന സ്ഥലത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് പടച്ചവന്റെ തൗഫീഖിനാൽ വന്നിവിടെ ഇരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ ദ്വാരക്കാൻ പോവാ. ഈ മലമുകളിൽ اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ മുത്തുനബിയുടെ മൗലിദ് ഓതിയവരാണ് റബ്ബേ. അവിടുത്തോടുള്ള മഹബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ നിലനിർത്തി തരണേ. ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അവിടുത്തെ സുന്നത്തുകളെ ഹയാ ചെയ്യാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളെ കൂട്ടത്തിൽ ഈ മല കയറാൻ ആഗ്രഹിച്ച ആളുകൾ പലരുമുണ്ട്. ഇവിടെ സാധിക്കുമെങ്കിൽ ഇവിടെ എത്തുന്ന ആളുകളാണവർ. പ്രത്യേകിച്ച് ഞങ്ങളെ റൂമിൽ കിടന്നുറങ്ങുന്ന, രോഗിയായി കിടക്കുന്ന സിദ്ദീഖാക്കയെ പോലെയുള്ള ആളുകൾ. അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്ത് നൽകണേ, ശിഫ നൽകണേ റഹ്മാനേ. രോഗികളായി കിടക്കുന്നവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് രോഗികളായി തളർത്തിക്കളയണേ. ഞങ്ങൾ ഈ മല കയറിയ കാരണത്താൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഞങ്ങളെ ശരീരത്തിൽ നിന്ന് പിയുതറിയണേ റബ്ബേ. നാളെ ഞങ്ങളൊരു ടെസ്റ്റിന് പോയി വിധേയരാക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ ക്യാൻസറിന്റെ അഡിക്റ്റുകളായി പോയിട്ടുണ്ട്, ക്യാൻസറിന്റെ 4th സ്റ്റേജിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്ന് കേൾപ്പിക്കരുതേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ കാലുകൾക്ക് വേദനയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വേച്ച് വേദനകളെ വകഞ്ഞു മാറ്റി കടന്നു വന്ന ഉമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ വേദനകളൊക്കെ ഈ മല കയറിയ കാരണത്താൽ അതൊക്കെ മാറ്റിത്തരണേ റഹ്മാൻ. വിനീതന്റെ കാലിന് ഓപ്പറേഷൻ പറഞ്ഞ ഈ കാല് അല്ലാഹുവേ ഇനി ഒരു സമയത്ത് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്പറേഷന് പറയുന്നൊരവസ്ഥ നൽകരുതേ റഹ്മാൻ. വീണ്ടും കയറാനും വരാനും ഈ പുണ്യങ്ങൾ കൊയ്തെടുക്കാനും തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാർക്കും ബാപ്പാർക്കും ഒക്കെ പുറത്തു കൊടുക്കണേ റഹ്മാൻ. പലരും മരിച്ച 6 അടി മണ്ണിലാണ് റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ പങ്കെടുത്ത പല ഉമ്മമാരും ഉപ്പമാരും പല കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. യജമാനനായ റബ്ബേ, നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. യജമാനനായ റബ്ബേ, നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ. പടച്ചോനെ, അല്ലാഹുവേ, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുള്ളവരുണ്ട്. അല്ലാഹുവേ,
അള്ളാഹുവേ ആ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ. ഈ കൂട്ടത്തിൽ പല സഹോദരിമാര് പല രോഗത്തിന്റെ മകന്റെ ഒരു ചൊറിയുമായി ബന്ധപ്പെട്ട പ്രയാസം പറഞ്ഞവരുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാൻ. അതുപോലെ തന്നെ വാശി പിടിക്കുന്ന മക്കളുള്ളവരുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, നീ ശിഫ നീ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കണേ റഹ്മാൻ. ആ വാശിയും വീറും പോരും ഒക്കെ നീ പോക്കണേ റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ റഹ്മാൻ. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷയിൽ വിജയം നൽകണേ റഹ്മാൻ. ഞങ്ങളെ പെൺമക്കളൊക്കെ ഞങ്ങൾ ജീവിച്ചിരിക്കണ കാലത്ത് തന്നെ കെട്ടിച്ചയക്കണമേ തമ്പുരാൻ. ഞങ്ങൾ കണ്ണ് ചെമ്പിയതിനു ശേഷം അയച്ചളെ യതീമുകളാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവേ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങളെ മക്കളെ കെട്ടിക്കപ്പെടുന്ന ഞങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളെ മക്കളെ പറഞ്ഞയക്കുന്നൊരവസ്ഥ നൽകല്ല റഹ്മാൻ. അള്ളാഹുവേ ഞങ്ങളെ കണ്ണ് മുമ്പ് ഞങ്ങളെ മക്കളെ റാഹത്തോടെ പറഞ്ഞയച്ചു അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഞാടിമിടുപ്പുകൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊക്കെ റാഹത്തുള്ള സന്തോഷമുള്ള സമയത്ത് ഞങ്ങളെ മൗത്തെത്തണമേ റബ്ബേ. ഞങ്ങളെ പെടുന്നനെ പിടിക്കല്ലേ റബ്ബേ. ആക്സിഡന്റ്, അറ്റാക്ക് പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ഈ ലോകത്തിന് ഇനി അധിക കാലം നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു കഴിഞ്ഞു. ഖിയാമത്ത് നാൾ അടുക്കാനായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പ്രകടമായി കഴിഞ്ഞു. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾ കരുത്തുറ്റ ഈമാൻ തരണേ റഹ്മാൻ. തൗഹീദിൽ അചഞ്ചല